ഈ മുദ്ര കൊണ്ട് ഏതൊക്കെ രോഗം മാറ്റാൻ പറ്റും, ഏതിനൊക്കെ ചികിത്സയുണ്ട്, അല്ലെങ്കിൽ ഈ മുദ്ര പിടിക്കുന്നത് കൊണ്ട് നമ്മളുടെ ശരീരത്തിലെ എന്തൊക്കെ രോഗങ്ങൾക്ക് നല്ലതാണ് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച് വിളിക്കുന്നവർ ഒരുപാടാണ്. അപ്പം ഞാൻ അവരോടൊക്കെ സാധാരണ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണോ അത് ഞാൻ പറഞ്ഞു തരാമെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാൽ പോലും എല്ലാവർക്കും അറിയാനുള്ള ഒരു ആകാംക്ഷ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഏതൊക്കെ രോഗങ്ങൾക്കെന്നൊന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് സന്ധിവാതത്തിന് പിടിക്കാൻ പറ്റിയ മുദ്രകളുണ്ട്. അതുപോലെ തന്നെ പിന്നെ അസിഡിറ്റിക്ക് പിടിക്കാൻ പറ്റിയ മുദ്രകളുണ്ട്. സിയാറ്റിക്ക വേദനയ്ക്ക് പിടിക്കാൻ പറ്റിയതുണ്ട്. സൂര്യാഘാതം ഏൽക്കുമ്പോൾ ഉള്ളതുണ്ട്. സൈനസൈറ്റിസിനുണ്ട്. അതുപോലെ തന്നെ അലർജിക്കുണ്ട്. സോറിയാസിസിനുണ്ട്. അനീമിയയ്ക്കുണ്ട്. ഹൃദ്രോഗത്തിനുണ്ട്. അതുപോലെ തന്നെ അച്ചടക്കക്കുറവുള്ള കുട്ടികളൊക്കെ ഇല്ലേ, അവർക്ക് പിടിക്കാൻ പറ്റിയതുണ്ട്. ഹൃദ്രോഗം സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പിടിക്കാൻ പറ്റിയതുണ്ട്. അപസ്മാരത്തിന് പിടിക്കാൻ പറ്റിയതുണ്ട്. ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും വന്നവർക്കും പിടിക്കാൻ പറ്റിയതുണ്ട്. അപ്പൻഡിസൈറ്റിസിന് പിടിക്കാൻ പറ്റിയതുണ്ട്. ഹൃദ്രോഗ വേദനകൾക്ക് പിടിക്കാൻ പറ്റിയതുണ്ട്. അതുപോലെ തന്നെ അമിതാധ്വാനം ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ശരീര പ്രശ്നങ്ങൾക്ക്, ധമനി രോഗങ്ങൾക്ക് പിടിക്കാൻ പറ്റിയ മുദ്രകളുണ്ട്. അതുപോലെ തന്നെ അമിത വണ്ണം ഉള്ളവർക്ക്, പിന്നെ അതുപോലെ ആത്മവിശ്വാസ കുറവുള്ളവർക്ക് പിടിക്കാൻ പറ്റിയ മുദ്രകളുണ്ട്. അതുപോലെ തന്നെ ആമാശയ രോഗങ്ങൾ അതിന് പിടിക്കാൻ പറ്റിയതുണ്ട്. ആസക്തിക്ക് പറ്റിയതുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിന്, അൾസറിന്, മൂക്കടപ്പ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പിടിക്കാൻ പറ്റിയ മുദ്രകൾ ഉണ്ട്. ഉയർന്നതും താഴ്ന്നതുമായ BP, രക്തസമ്മർദ്ദം ഉയർന്നതിനും താഴ്ന്നതിനും പിടിക്കാൻ പറ്റിയ മുദ്രകളുണ്ട്. അതുപോലെ തന്നെ ഉഷ്ണം കുറയ്ക്കാൻ പറ്റിയതുണ്ട്. ഉഷ്ണം കൂട്ടാൻ പറ്റിയ മുദ്രകൾ. റിങ്കിൾസ് വരുന്നതിന് പിടിക്കാൻ പറ്റിയതുണ്ട്. അതുപോലെ തന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ, ഓക്കാനം, അതായത് ഛർദി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക്. ഓസ്റ്റിയോപൊറോസിസിനുണ്ട്. ലൈംഗിക ആസക്തിക്കുണ്ട്. വന്ധ്യതയ്ക്കുണ്ട്. വരണ്ട ചുമയ്ക്കുണ്ട്. ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾക്കുണ്ട്. ഒച്ചയടപ്പിനുണ്ട്. അതുപോലെ തന്നെ വയറിളക്കം, വയറുവേദന, വരണ്ട ചുമ, കഴുത്തുവേദന, കണ്ണിരിച്ചിൽ, കണ്ണിൽ നിന്ന് നീരൊഴുക്ക്, കണ്ണിമ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടയ്ക്കുന്ന ചില ആളുകളെ കാണുമ്പോൾ കണ്ണിമ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടയ്ക്കുന്നവരല്ലേ, അതിനുള്ളതുണ്ട്. അതുപോലെ തന്നെ വയറുവേദന, വൻകുടലാണ് ബാധയ്ക്കുമുണ്ട്. അതുപോലെ തന്നെ കണ്ണിന് താഴെ കറുത്ത പാടുകൾ ഉള്ളവർക്ക് പറ്റിയതുണ്ട്. ക്യാൻസറിനുണ്ട്. വാതത്തിനുണ്ട്. വായ് കയ്പ്പ് അനുഭവപ്പെടുന്നുണ്ട്. വായ് പുണ്ണ് വരുന്നവർക്ക് പറ്റിയതുണ്ട്. വിക്കിന് പറ്റിയതുണ്ട്. കാൽസ്യക്കുറവിന് പറ്റിയതുണ്ട്. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ പറ്റിയ മുദ്രയുണ്ട്. കാര്യശേഷി വർദ്ധിപ്പിക്കാൻ പറ്റിയ മുദ്രകളുണ്ട്. വിയർപ്പ് കുറയ്ക്കാൻ പറ്റിയതുണ്ട്. വിവേകം, തലകറക്കത്തിന് പറ്റിയതുണ്ട്. പ്രോസ്റ്റേറ്റിന് പറ്റിയതുണ്ട്. തലവേദനയ്ക്കുണ്ട്. പ്രൊലാപ്സ്, പുകവലി, അതായത് അമിതമായിട്ട് പുകവലിക്കുന്നവർ പുകവലി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയതുണ്ട്. പൊള്ളലിന് പറ്റിയതുണ്ട്. തളർവാദത്തിന് പറ്റിയതുണ്ട്. തളർച്ചയ്ക്ക് പറ്റിയതുണ്ട്. പ്രമേഹത്തിന് പറ്റിയതുണ്ട്. പാർക്കിൻസൺസ് രോഗത്തിന് പറ്റിയതുണ്ട്. പ്ലൂറസി എന്ന് പറയുന്ന രോഗത്തിന് ഉണ്ട്. ഫിഷറിനുണ്ട്. തുമ്മൽ, തൊണ്ട പ്രശ്നങ്ങൾക്കുണ്ട്. ബ്രോങ്കൈറ്റിസ് പ്രശ്നങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ തൈറോയിഡ് സംബന്ധിച്ച പ്രശ്നങ്ങൾക്കുണ്ട്. ബുദ്ധി വർദ്ധിപ്പിക്കാനുണ്ട്. ത്വക്ക് രോഗങ്ങൾക്ക്, അതുപോലെ തന്നെ ഭയം, എന്തിനോടും പേടിയുള്ളവർക്ക് പറ്റിയ മുദ്രകളുണ്ട്. അതുപോലെ തന്നെ ധ്യാനിക്കാൻ ഏതൊക്കെ മുദ്രകൾ പിടിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാരം കുറയ്ക്കാനുണ്ട്. ഭാരം കൂട്ടാനുണ്ട്. അതായത് വണ്ണം കുറയ്ക്കാനാണെങ്കിലും വണ്ണം കൂട്ടാനാണെങ്കിലും ഉള്ള മുദ്രകളുണ്ട്. ഭ്രാന്തിനുള്ളതുണ്ട്. അതുപോലെ തന്നെ മദ്യപാനാസക്തിക്കുണ്ട്. മലബന്ധ സംബന്ധമായ പ്രശ്നങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ മന്ത് രോഗത്തിനുണ്ട്. മുഖക്കുരുവിനുണ്ട്. മുഖസൗന്ദര്യത്തിനുണ്ട്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം തന്നെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ മുട്ടുന്നവർക്കുണ്ട്. മൂത്ര തടസ്സമുള്ളവർക്കുണ്ട്. മൂലക്കുരു ഉള്ളവർക്കുണ്ട്. അതുപോലെ തന്നെ മൈഗ്രെയിന്, മോണപഴുപ്പ്, രക്തചംക്രമണം, രക്തക്കുഴൽ ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയ്ക്കുണ്ട്. അതുപോലെ തന്നെ വിശപ്പ് കുറവുള്ളവർക്ക്, അതുപോലെ തന്നെ വിഷമാലിന്യങ്ങൾ ശരീരത്തിനുള്ളിൽ പോയാൽ അതെങ്ങനെ പുറന്തള്ളാമെന്നുള്ള മുദ്രയുണ്ട്. വിഷാദ രോഗത്തിനുള്ള മുദ്രകളുണ്ട്. അതുകൂടാതെ അതായത് അമിതമായിട്ട് ദാഹമുള്ളവരുണ്ടല്ലോ, അതിനുള്ളതുണ്ട്. ദുശീലങ്ങൾ, ദേഷ്യം, അതുപോലെ പിന്നെ വെള്ളപ്പാണ്ട്, വെള്ളപ്പോക്ക്, വിറ്റാമിൻ കുറവ്, വേദന പേശികൾക്ക് വരുന്നത്, അതുപോലെ തന്നെ
നെഞ്ചിടിപ്പ് അമിതമായിട്ട് വേഗത്തിൽ ഉള്ളതും വേഗത കുറഞ്ഞതുമായ നെഞ്ചിടിപ്പുള്ളവർക്ക്, നീർവീക്കമുള്ളവർക്ക്, പിന്നെ അതുപോലെ തന്നെ ന്യൂമോണിയയ്ക്ക്, പനിക്ക്, പല്ലുവേദനയ്ക്ക്, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ, പേശികൾക്ക്, അതുപോലെ തന്നെ പിന്നെന്താ അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നമ്മളിങ്ങനെ മുദ്രകൾ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. ശരീരത്തിലൊക്കെ കുരുക്കൾ വരുന്നതിന്, കൊളസ്ട്രോൾ വരുന്നതിന്, കോമായിൽ കിടക്കുന്നവർക്ക്, അതുപോലെ തന്നെ കിഡ്നിയിലെ കല്ല് പോകാൻ, കുടലിറക്കം, ക്ഷീണം, അതായത് ഗർഭാവസ്ഥയിൽ പിടിക്കാൻ പറ്റിയത്, 8 മാസത്തിന് ശേഷം പിടിക്കാൻ പറ്റിയ മുദ്രയുണ്ട്. പെട്ടെന്ന് സുഖപ്രസവം നടക്കാനുള്ളത് 8 മാസത്തിന് മുമ്പ് പിടിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ ചെവി വേദനയ്ക്കുണ്ട്, ഛർദിക്കുണ്ട്, ചെവി സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഉണ്ട്. കൈയുടെ മുട്ടുവേദന, കാൽമുട്ടുവേദന, ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉണ്ട്. ശരീരത്തിൽ നിന്ന് ജലാംശം പെട്ടെന്ന് നഷ്ടമാവുന്ന അവസ്ഥയ്ക്ക്, അതായത് വയറിളക്കമൊക്കെ വരുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് അമിതമായിട്ട് ജലാംശം നഷ്ടമാവും. ആ അവസ്ഥയ്ക്ക് പിടിക്കാൻ പറ്റിയതുണ്ട്. TB എന്ന് പറയുന്ന അസുഖത്തിന് പിടിക്കാൻ പറ്റിയുണ്ട്. ടോൺസിലൈറ്റിസിന് പിടിക്കാൻ പറ്റിയുണ്ട്. തരിപ്പ്, ശരീരം മുഴുവൻ തരിപ്പ് വരുന്നതിന് പിടിക്കാൻ പറ്റിയതുണ്ട്. അതുപോലെ തന്നെ ആസ്മയ്ക്ക് ഒരുപാട് മുദ്രകൾ പിടിക്കാം. ആമാശയ വീക്കത്തിന് മുദ്രകളുണ്ട്. അതുപോലെ ഉറക്കം തൂങ്ങുന്ന അവസ്ഥയ്ക്ക്, ഉദ്ധാരണക്കുറവിന്, ഉയരം വെക്കാൻ, അതായത് ഹൈറ്റ് ഇല്ലാത്തവർക്ക് ഹൈറ്റ് വരാൻ, ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ, ഉറക്കമില്ലായ്മ, പല്ല് വേദന, എക്സിമ, ആർത്തവ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ആമാശയത്തിൽ വ്രണം വരുന്ന അവസ്ഥ, പല്ലുകൾക്ക്, അങ്ങനെ എല്ലാ ഏകദേശം മനുഷ്യന് വരുന്ന മിക്ക കാര്യങ്ങൾക്ക് നമുക്ക് ഈ മുദ്ര പിടിച്ചിട്ട് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്, കുറയുന്നുണ്ട്, മാറുന്നുണ്ട്. പല മരുന്നുകൾ കഴിച്ചിട്ട് മാറാത്ത കേസുകൾ പോലും നമ്മൾ മുദ്ര പറഞ്ഞു കൊടുത്തതും പ്രകാരം ചെയ്തിട്ട് നല്ല മാറ്റം വരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഇപ്പം അതായത് മൂത്രം പോകുന്നില്ല, ഏതൊക്കെ മരുന്ന് കഴിച്ചിട്ടും ആ അവസ്ഥ മാറി കിട്ടുന്നില്ല, പക്ഷെ മുദ്ര പിടിച്ചതിന് ശേഷം അത് മാറി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾക്ക് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് മുദ്ര കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക്. അതല്ലാതെ തോന്നുന്ന സമയം ചെയ്യുന്നവർക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. 15 മിനിറ്റ് വീതം ഒരു ദിവസം 3 പ്രാവശ്യം പിടിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉറപ്പാണ്. ഇങ്ങേയറ്റം ക്യാൻസറിന് പോലും മാറ്റമുണ്ടാകും തീർച്ചയായിട്ടും. കോമ സ്റ്റേജിൽ കഴിയുന്നവർ ശരീരത്തിൽ അനക്കം വയ്ക്കുകയും കണ്ണ് തുറക്കുകയും കാലനക്കുകയും കൈയനക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവം എനിക്കുണ്ട്. അപ്പം ഞാനത് അവർക്കെന്ന് പറഞ്ഞാൽ കോമ സ്റ്റേജിൽ കിടക്കുന്നവർക്ക് പ്രാൺമുദ്രയാണ് വിരലുകൾ തമ്മിൽ ഒട്ടിച്ചു വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. നല്ല മാറ്റമുണ്ട്. അപ്പം കോമ സ്റ്റേജിൽ കിടക്കുന്നവർക്ക് പോലും മാറ്റം വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് സ്ഥിരമായി നിങ്ങൾ ഇന്ന് ചെയ്തു, നാളെ ചെയ്യാൻ സമയം കിട്ടിയില്ല, മറന്നുപോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യുമ്പം കൃത്യമായി എല്ലാ ദിവസവും ഈ മുദ്രകൾ നിങ്ങൾക്ക് എന്താണോ പ്രശ്നം അതിനുള്ള മുദ്ര നിങ്ങൾ സ്ഥിരമായിട്ട് പിടിച്ചാൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. റിസൾട്ട് കിട്ടിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇനി റിസൾട്ട് കിട്ടിയവരോട് ഞാൻ ഇനി പറയുന്നുണ്ട്. ഇപ്പം നിങ്ങളത് കമൻറ്റിൽ കൂടി ഒന്ന് അറിയിക്കുക. അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് വോയിസ് ആയിട്ട് ഇട്ട് തരാം, എന്നിട്ട് വീഡിയോയിൽ ചെയ്തോ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ വീഡിയോ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് അത്രയ്ക്ക് പ്രയോജനമുള്ളതാണ്. നമ്മൾ 5 എലമെൻറ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഈ മുദ്രകളെല്ലാം പ്രവർത്തിക്കുന്നത്, ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരം അങ്ങനെയാണ്, പഞ്ചഭൂതങ്ങളാൽ നിലകൊള്ളുന്നതാണ്. അപ്പോൾ ഈ 5 വിരലുകളും പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കിയുള്ള വിരലുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് റിസൾട്ട് കിട്ടും എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്കതിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്കതിന് നല്ല മാറ്റമുണ്ടാകും. നിരന്തരമായി ഉറക്കമില്ലാത്തവർക്ക് മുദ്ര പിടിച്ചതിൻ്റെ പേരിൽ ഉറങ്ങാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ടായിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് എന്നെ വിളിക്കുകയുണ്ടായി, ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു, പ്രായമുള്ള ഒരു അമ്മച്ചിക്ക് ഈ മുദ്ര പറഞ്ഞു കൊടുത്ത് അവർക്കാണെങ്കിൽ രാത്രി കാലങ്ങളിൽ ഉറക്കമേ ഇല്ലായിരുന്നു. പക്ഷേ ഈ മുദ്ര പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് റിസൾട്ടും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് ഏത് രോഗത്തിനാണോ അറിയേണ്ടത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. അതൊരു വീഡിയോ ചെയ്യാമോ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച് എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. അതല്ല എങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ അപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് ഈ കമൻ്റായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഞാനതിന് ഒന്നുകിൽ
വീഡിയോ ആയിട്ട് ചെയ്തിടും. ഇല്ല എങ്കിൽ നിങ്ങൾ പിന്നെ ഒരു കാര്യം ചെയ്യുക, ഞാൻ ചെയ്തിരുന്ന വീഡിയോകളെല്ലാം കാണാൻ എന്നെ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ മതി. ഞാൻ നിങ്ങളുടെ കമൻറ്റിൻ്റെ വീഡിയോകളായിട്ട് തന്നെ ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാൻ കഴിയും. അപ്പോൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്താൽ മതി. ഞാൻ അടുത്ത ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റിൻ്റെത് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്തിടാം. ഓക്കെ.